തക്കിടുവേ നമ്മുടെ പട്ടിക്കുട്ടനെ കടക്കാൻ വിടാണ്ട് നോക്ക് കുറുമ്പ് കാണിക്കല്ലേടി കുറുമ്പ്. പാവം എൻ്റെ കുട്ടിക്ക് അറിയാൻ കേട്ടോ ഇവിടെ നോക്ക്. കോഴിയോടൊക്കെ പാവമാണ്. നോക്ക് പാവം നോക്ക് അതിനെ നോക്ക്, എന്തോ ഒരു വികൃതിയാണ്. തക്കിടു ഇങ്ങോട്ട് വന്നേ. നോക്ക് പിന്നാലെ പോണ്ടതാ. ഇങ്ങോട്ട് വാന്ന്. ആ നായിപ്പൊ കടിക്ക് നോക്കിക്കോ. അതാ പിന്നാലെ പോയിട്ടുണ്ട്. തക്കിടു ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. എല്ലാരും ഓടിക്കാൻ നടക്കുകയാണ്. നായി തിരിഞ്ഞു നിന്നപ്പോ പേടിയായിട്ടാ. തക്കിടു വാ ഇങ്ങോട്ട് വാ. ഉമ്മാൻ്റെ തക്കിടു വന്നേ വാ. ഇത് തക്കിടുവിൻ്റെ വീടാണ്. ഇപ്പൊ തക്കിടു എന്താ പറയാ, അധികാരം വല്ലാണ്ട് പിടിച്ചെടുക്കുന്നുണ്ട്. അതിനെക്കാളും കൂടുതൽ നല്ല പേടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നോ. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പേടി. വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമലായിട്ട് വരികയൊക്കെ ചെയ്യും. പക്ഷെ വെളിയിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഭയങ്കര പേടി. അതേപോലെ അതിൻ്റെ കൂടെയുള്ള വേറെ കാക്കകൾ നല്ലോണം അതിനെ കൊത്തി ഓടിക്കുക കേട്ടോ. നോക്കി ഇനിയിപ്പോൾ അടുത്തത് കോഴിയുടെ മണ്ടയ്ക്കാണ്. നോക്കി ഇനി ബാക്കിൽ പോയിട്ട് കോഴിൻ്റെ വാലിൽ പിടിച്ച് വലിക്കണം. അതിനുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. കണ്ട മെല്ലെ ന്യൂട്രലിൽ ഓല എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് എൻ്റെ കണ്ണിൽ പൊടിയിടുകയാണ് എൻ്റെ. കണ്ട നമ്മൾ ഈ ഇവിടെ വാട്ടർ ടാങ്ക് ഇതാണ് നമ്മുടെ വെള്ള ടാങ്ക്. അതിൽ വെറ്റില പടർത്തിയാണ് കേട്ടോ. ഈ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റാണ്. എത്ര അടിച്ചു വാരിയിട്ടും കാര്യമില്ല, ചപ്പുകൾ കംപ്ലീറ്റ് നമുക്ക് അടിച്ചു വാരാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ കാറ്റാണ്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് വൈകുന്നേരം ഒതുക്കിയാൽ മാത്രമേ നമുക്കൊന്ന് അടിച്ച് ചപ്പൊക്കെ വാരി കത്തിക്കാൻ പറ്റുള്ളൂ. അത്രയും നമ്മൾ ചുറ്റും മരങ്ങളല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ തക്കുടുവിന് വേണ്ടിയിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. തക്കുടു ആണെങ്കിൽ ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലവ് ബേഡ്സിൻ്റെ കൂടിൻ്റെ മുകളിലൊക്കെ ഉണ്ട് തക്കുടു കളി. കാണില്ല വെളിച്ചം ഇതായിട്ട്. ചിക്കുവിൻ്റെ ബ്രഷ് എടുത്തിട്ട് മേലെ കയറ്റി വെച്ചിട്ടുണ്ട് തക്കുടു. ഇതാ ചിക്കു കാണട്ടെ, ചിക്കുവിൻ്റെ ബ്രഷ് എടുത്ത് മേലെ കയറ്റി വെച്ചിരിക്കുന്നതാ. അതാ ഞാൻ അതെടുത്തിട്ട് പോകുമോ, ഒളിപ്പിച്ച് വയ്ക്കാൻ എടുത്തിട്ടതാ. ചിക്കു കാണണം, നിനക്ക് വഴിയായി തക്കുടു എന്ന്.